ഒരു 20 ലക്ഷം രൂപ റേഞ്ചിൽ ഒരു EV കാർ നോക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ആണ് MGയുടെ ZCV. ZCVയുടെ സെക്കൻഡ് ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള എക്സൈറ്റ് എന്ന് പറഞ്ഞ വേരിയൻ്റ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. എക്സൈറ്റിൻ്റെ പ്രൈസ് വരുന്നത് 19,98,000 രൂപയാണ് ഷോറൂം പ്രൈസും കാര്യങ്ങളും വരുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോഴേക്കും 22,30,000 രൂപയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളും വരുന്നത്. സോ ഈ ഒരു എക്സൈറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബേസ് വേരിയൻ്റുള്ള എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളാണ് വരുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങളെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് MGയുടെ ഫോർച്യൂൺ മലയാളത്തിൻ്റെ ഷോറൂമിലാണുള്ളത്. ഈ ലൊക്കേഷൻ വരുന്നത് തിരുവല്ലയിലെ തോലശ്ശേരി ഭാഗത്താണ് ഇതിൻ്റെ ഷോറൂമും കാര്യങ്ങളും വരുന്നത്. സോ ഇവരുടെ ഡീറ്റെയിൽസ് നമ്മൾ താഴെ കൊടുത്തിരിക്കാം. സോ MG ZCVയുടെ ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ MG ആസ്റ്ററിൻ്റെ സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കാര്യമായിട്ടുള്ള ചേഞ്ചസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ ഇതിൻ്റെ നമുക്ക് റേഞ്ച് വരുന്നത് 461 കിലോമീറ്റർ ആണ് ഇതിൻ്റെ റേഞ്ചും കാര്യങ്ങളും വരുന്നത്. സോ ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് വേരിയൻ്റ് സെയിം റേഞ്ചും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ ബാറ്ററി പാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് നമുക്ക് എല്ലാ വേരിയൻറ്റിലും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് ഒക്കെ വരുന്നത് 176 PS പവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 280 Nm ടോർക്കും വരുന്നുണ്ട്. സോ എല്ലാ വേരിയൻറ്റിലും നമുക്ക് ഈ ഒരു പവർ ഫിഗേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റേഞ്ചും എല്ലാ വേരിയൻറ്റിലും സെയിം തന്നെയാണ്. സോ നമ്മളിനിപ്പോൾ ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സിൻ്റെ ചേഞ്ചസ് ആണ് മെയിനായിട്ട് വരുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻ്റ് ആണെങ്കിലും ടോപ്പ് വേരിയൻ്റ് ആണെങ്കിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഡിസൈൻ വൈസിൽ വരുന്നില്ല. നടുക്കായിട്ട് MGയുടെ ലോഗോ വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ആ ഒരു ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ വേരിയൻ്റ് തൊട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ഹെഡ്ലാംപ്സ് യൂണിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ വേരിയൻ്റ് ആണ്. LED ഹെഡ്ലാമ്പാണ് വരുന്നത്. അതുപോലെ തന്നെ LED DRL വരുന്നുണ്ട്. താഴായിട്ട് ഫോക്ക് ലാമ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം സ്പോർട്ടി ലുക്കിലാണ് ഈ ഒരു ഡിസൈൻ എലമെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് വരുന്ന ഈ ഒരു സെക്കൻഡ് വേരിയൻ്റ് തൊട്ടിട്ടാണ് ഓട്ടോമാറ്റിക് വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ബോണ്ടൈം ഹുഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ചെറിയൊരു ക്യാരക്ടർ ലൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളും നമ്മുടെ സെയിം ആസ് നമ്മുടെ ഒരു MG ആസ്റ്ററിനായിട്ട് സെയിം ആ ഒരു ഡിസൈൻ തന്നെയാണ്. ഇവിടെയായിട്ട് ഗ്രില്ല് വരുന്നില്ല. ഇതൊരു ക്ലോസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ MG ZCVയും അതുപോലെ തന്നെ MG ആസ്റ്ററായിട്ട് ചേഞ്ച് വരുന്നത്. ഈ ടോപ്പ് വേരിയൻറ്റും സെക്കൻഡ് വേരിയൻ്റ് അല്ലെങ്കിൽ ബേസ് വേരിയൻ്റായിട്ട് നോക്കുമ്പോൾ ഡിസൈൻ വൈസും നമുക്ക് അധികം ചേഞ്ചസോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യാനായിട്ടില്ല. ഇതാണ് നമ്മുടെ MG ZCVയുടെ എക്സൈറ്റ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൻ്റെ സൈഡ് പ്രൊഫൈൽ വരുന്നത്. സൈഡ് പ്രൊഫൈൽ വേറെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഇല്ല. എല്ലാ വേരിയൻസും നമുക്ക് 17 ഇഞ്ച് അലോയ് വീൽസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പറിലേക്ക് പോകുമ്പോഴേക്കും നമുക്കൊരു വീൽ കവേഴ്സ് അവൈലബിൾ ആണ്. എയറോഡൈനാമിക്സിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വരുന്നത്. സോ ഈ ഒരു അലോയ് വീലിൻ്റെ മേളിലായിരിക്കും ആ ഒരു വീൽ കപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് മിറർ നമുക്ക് ഹീറ്റിംഗ് ഫംഗ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടോപ്പ് വേരിയൻറ്റിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് ഓട്ടോ ഫോൾഡ് ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം ഒരു ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് പ്രൊഫൈലിൽ വേറെ കാര്യമായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളും വരില്ല. നമുക്ക് റിക്കറ്റ് സെൻസർ അവൈലബിൾ ആണ്. മേളിലായിട്ട് ക്രോം ലൈനും സൈഡിലായിട്ട് ബോഡി കളറുമാണ് കൊടുത്തേക്കുന്നത്. ടോപ്പിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് റൂഫ് റെയിൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിനെ പറ്റി പറയാനുള്ളത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 170 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ടയറിൻ്റെ പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 250/55 R17 ആണ് ടയർ പ്രൊഫൈലും കാര്യങ്ങളും വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്കുകൾ അവൈലബിൾ ആണ്. സോ നമ്മളിനി റൈറ്റ് സൈഡിലേക്ക് ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ നമ്മൾ ഈ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴേക്കും LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്. ബേസ് വേരിയൻ്റ് തൊട്ട് എല്ലാ വേരിയൻറ്റിലും നമുക്ക് LED ടെയിൽ ലാമ്പ് യൂണിറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡിഫോഗർ വരുന്നുണ്ട്, റിവേഴ്സ് വൈപ്പർ വരുന്നുണ്ട്. മേലായിട്ടൊരു ഹൈമോ സ്റ്റോപ്പ് ലാമ്പ് കാണാൻ സാധിക്കും. അതുപോലെ ചെറിയൊരു സ്പോയിലറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മേലായിട്ട് ഷാർപ്പിന് അന്ന വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അതുപോലെ റിവേഴ്സ് സെൻസേഴ്സ് വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അടുത്ത വേരിയൻറ്റിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് റിവേഴ്സ് ക്യാമറ ആ ഒരു വേരിയൻറ്റിൽ വരുമ്പോൾ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളും അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇവിടെ ZCV എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. താഴെയായിട്ട് റിഫ്ലക്ടർ വരുന്നുണ്ട്. ഒരു സ്പോർട്ടി ലുക്കിലാണ് ഇതിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളിനി ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 460 ലിറ്ററോളം നമുക്ക് ബൂട്ട് സ്പേസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇതിനകത്തൊരു ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാർസൽ ട്രേ ഈ ഒരു വേരിയൻറ്റ് അവൈലബിൾ അല്ല. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴേക്കാണ് നമുക്ക് പാർസൽ ട്രേയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ സ്പെയർ വീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലായിട്ട് ഇവിടെയാണ് സ്പെയർ വീലും കാര്യങ്ങളും കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് 17 ഇഞ്ച് അലോയ് വീൽ തന്നെയാണ് സ്പെയർ വീലും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടിൽ വേറെ സ്പീക്കേഴ്സോ അല്ലെങ്കിൽ സബ് വൂഫർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. മാനുവലി തന്നെ ഓപ്പൺ ചെയ്ത് മാനുവലി തന്നെ ക്ലോസ് ചെയ്തിട്ട് വരും. അതുപോലെ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഓപ്പണിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ലോഗോയുടെ തന്നെയാണ്. ഇവിടെ ഒരു വലിയൊരു MGയുടെ ലോഗോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. താഴേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്പോർട്ടി ഫീലിനുള്ള രീതിയിലാണ് ഇതിൻ്റെ ബമ്പറും കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ MG ZCVയുടെ കീ സെറ്റും കാര്യങ്ങളും വരുന്നത്. സ്മാർട്ട് കീ ആണ് വരുന്നത്. കീലെസ് എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 കീയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മളിനി ഇന്ത്യയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലും കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ റെഡ് സ്റ്റിച്ചിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് അലോമിനിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലോക്ക് അൺലോക്കിൻ്റെ സ്വിച്ച് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക
നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഒരു ബോട്ടിൽ ഹോൾഡറും അതുപോലെ സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. പറയാം എന്നാൽ പിന്നെ ഇതും കൂടി എടുത്തേക്കാം. ഒരു റൗണ്ട് ഷേപ്പ്ഡ് ആയിട്ടുള്ള AC വെൻസും കാര്യങ്ങളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റൗണ്ട് ഷേപ്പാണ്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു അലുമിനിയം ഫിനിഷും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് വിത്ത് റെഡ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് നമ്മുടെ ഈ ഒരു മിററിൻ്റെ ഔട്ട്സൈഡ് മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ Acer ZBയുടെ സെക്കൻഡ് ബേസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും വരുന്നത്. ഇതിനകത്ത് തന്നെ ഓഡിയോ കൺട്രോളെല്ലാം സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ട്. താഴെ ഫ്ലാറ്റ് ബോട്ടമാണ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ഒരു സിൽവർ ഫിനിഷും അതുപോലെ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെയായിട്ട് ഒരു റൗണ്ടിലൊരു ക്രോം ഫിനിഷും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ വരുന്നത് ഇവിടെയായിട്ടാണ് ക്രൂയിസ് കൺട്രോളിൻ്റെ കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ലൈറ്റിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വൈപ്പേഴ്സിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് അതുപോലെ ഓട്ടോമാറ്റിക് അലാം യൂണിറ്റും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10.1 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ നമുക്ക് വയർഡ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. താഴെയായിട്ട് ഒരു 12 വാട്ടിൻ്റെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. USB-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. USB-A പോർട്ട് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. ടോപ്പിൻ്റെ വരുമ്പോഴേക്കും നമുക്ക് വയർലെസ് ചാർജിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെയായിട്ട് നമുക്ക് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാർക്ക് ന്യൂട്രൽ ഡ്രൈവ് സെലക്ട് ചെയ്യാനുള്ള നോബും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് അതുപോലെ വുഡൻ ടൈപ്പിലുള്ള ഫിനിഷിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ആവശ്യമില്ലെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ആംബ്രസ്റ്റിൽ സ്റ്റോറേജ് ഉണ്ട്. ഈ ഒരു ആംബ്രസ്റ്റ് എല്ലാം ലെതർ റാപ്പിഡാണ്. ഇവിടെയൊക്കെ ഒരു റെഡ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഭാഗത്താണെങ്കിൽ പോലും ഈ ഡാഷ്ബോർഡിലാണെങ്കിൽ പോലും എല്ലാവരും സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഒരു റെഡ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ നമുക്ക് ഒരു സെക്കൻഡ് വേരിയൻറ്റിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു AC വെൻസ് പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള AC വെൻസും കാര്യങ്ങളാണ്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു AC വെൻസും കാര്യങ്ങളും വരുന്നത്. ഇവിടെയായിട്ട് അസാളായിട്ടുള്ള സ്വിച്ചസ് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളും വരുന്നത്. മേളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ ഡിമിങ് മിററല്ല വരുന്നത്. ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ലാംപ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മേലേക്ക് നോക്കുകയാണെങ്കിൽ സൺറൂഫ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. ടോപ്പിൻ്റെ വേരിയൻറ്റ് പോകുമ്പോഴേക്കും നമുക്കൊരു പാനോറാമിക് സൺറൂഫും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു സ്റ്റിയറിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളാണ് വരുന്നത്. ഒരു സീറ്റ്സ് എല്ലാം ഫാബ്രിക് സീറ്റ്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫാബ്രിക് സീറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് ടോപ്പിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് ലെതർ സീറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇലക്ട്രിക് സീറ്റ് വരുന്നത് നമുക്ക് ടോപ്പ് ഏരിയയിലേക്ക് പോകുമ്പോഴാണ് ഇലക്ട്രിക് സീറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് നമുക്ക് ബാക്കിലെ ഡോർ പാഡും കാര്യങ്ങളും വരുന്നത്. ഫ്രണ്ടിലെ പോലെ അലുമിനിയം ഫിനിഷും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പവർ വിൻഡോസ് സ്വിച്ച് വരുന്നുണ്ട്. താഴെയായിട്ട് നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. അല്ലെങ്കിൽ സ്പീക്കറിനുള്ള സ്പേസ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്കിലെ ഡോർ പാഡും കാര്യങ്ങളും വരുന്നത്. ഇതിനുള്ള ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് AC വെൻസും കാര്യങ്ങളും വരുന്നുണ്ട്. താഴെയായിട്ട് ഒരു USB-A പോർട്ട് USB-C പോർട്ടും വരുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ബാക്കിലെ ഒരു സീറ്റിങ്ങും കാര്യങ്ങളും വരുന്നത്. അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റിങ്ങും കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ 2 അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ആംബ്രസ്റ്റും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഈ ആംബ്രസ്റ്റിൽ തന്നെ നമുക്ക് കപ്പ് ഹോൾഡറും വരുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കിലായിട്ട് നമുക്ക് ലാമ്പോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഇത് അത്യാവശ്യം ലെഗ് റൂമും അതുപോലെ തന്നെ ഹെഡ് റൂമും കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സീറ്റിൻ്റെ ബാക്കിൽ നമുക്ക് സീറ്റ് പോക്കറ്റ്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നമ്മുടെ ഈ Acer ZBയുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻ്റ് തൊട്ട് തന്നെ നമുക്ക് 6 എയർ ബാഗ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റിവേഴ്സ് സെൻസേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് അവൈലബിൾ ആണ്. ടോപ്പിൻ്റെ വേരിയൻറ്റിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് 360 ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ അഡാസ് യൂസ് ചെയ്തിട്ട് തന്നെ ഒരു 70+ ഫീച്ചേഴ്സ് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സോ ഹിൽ ഹോൾഡ് അസിസ്റ്റ് അതുപോലെ തന്നെ ഇലക്ട്രിക് പാർക്ക് അസിസ്റ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ടോപ്പിൻ്റെ വേരിയൻറ്റിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ ഈ സെക്കൻഡ് വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ റിവേഴ്സ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഹീൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഡയമെൻഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് വരുന്നത് 1.64 മീറ്റേഴ്സാണ്. അതുപോലെ തന്നെ ലെങ്ത്ത് വരുന്നത് 4.32 മീറ്റേഴ്സും അതുപോലെ തന്നെ വിത്ത് വരുന്നത് 1.8 മീറ്ററുമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡയമെൻഷൻസും കാര്യങ്ങളും വരുന്നത്. വീൽ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2585 mm ആണ് ഇതിൻ്റെ വീൽ ബേസും കാര്യങ്ങളും വരുന്നത്. 20 ലക്ഷം രൂപ റേഞ്ചിൽ നല്ല ക്വാളിറ്റിയും നല്ല സർവീസ് സപ്പോർട്ടും ഉള്ള ഒരു ഇലക്ട്രിക് കാർ നോക്കുന്നവർ തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു മോഡലാണ് MGയുടെ Acer ZB. സോ ഇതൊക്കെയാണ് MGയെ പറ്റിയിട്ട് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. സപ്പോർട്ട് ഫോർ മോർ വീഡിയോസ്.